ഓക്കെ. LKG UKG കഴിഞ്ഞ് നമ്മളിനി 1ാം ക്ലാസ്സിലേക്ക് കിടക്കാണ്. അപ്പൊ പഴയ ടോപ്പിക്സ് പുതിയ വന്ന ആളുകൾ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് എന്ന് കമന്റ് ചെയ്യണം. ഇന്ന് ഫസ്റ്റ് ആയിട്ട് സെഷനിൽ വന്ന പുതിയ ആളുകൾ ഉണ്ടെങ്കിലും ഒക്കെ ഫസ്റ്റ് ചെറിയ സെഷൻസ് ഒക്കെ നിങ്ങൾ മുന്നേ ഉണ്ടായ സെഷൻസ്, അവയർനെസിന്റെ സെഷൻസ്, EFTയുടെ ബേസിക് ആയിട്ടുള്ള ഫൗണ്ടേഷൻസ് എന്ന് നമ്മൾ പറയും. തറ കെട്ടിയാലല്ലേ നമുക്ക് വീട് ഉയരത്തിൽ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അങ്ങനത്തെ സെഷൻസ് ഒക്കെ നമ്മൾ ഒരുപാട് അതിൽ നടത്തിയിട്ടുണ്ട്. അത് യൂട്യൂബിൽ നിങ്ങൾ വീണ്ടും എടുത്ത് കാണണം. ഫൗണ്ടേഷൻ കറക്റ്റ് ആയാല്, തറ കെട്ടിയത് കറക്റ്റ് ആയാലാണ് നമുക്ക് അതിലൂടെ മേലേക്ക് പുതിയ പുതിയ ഉയരങ്ങളിലേക്ക് ഒരു നില വീടോ 2 നില വീടോ ഇനി ഫ്ലാറ്റുകൾ കെട്ടിപ്പൊക്കാനും അതിനനുസരിച്ച് നമ്മൾ ഫൗണ്ടേഷൻ കറക്റ്റ് ആക്കേണ്ടതുണ്ട്. ഓക്കെ അല്ലേ? ഞാൻ എല്ലാവരെയും മ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. ഓക്കെ. ഓക്കെ. ഓക്കെ ലത, നമ്മൾ ഇന്ന് സംസാരിക്കുന്ന ടോപ്പിക്സ് ഇന്നത്തെ മുതൽ മെഡിറ്റേഷൻ സെഷൻ നമ്മൾ ഇനി യൂട്യൂബിൽ അത്ര അവൈലബിൾ ആയിരിക്കില്ല. കാരണം എന്താന്ന് വെച്ചാല് നമ്മുടെ ഹയർ ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ മെഡിറ്റേഷൻ സെഷൻ യൂട്യൂബിൽ ഇട്ട് കഴിഞ്ഞാൽ അത് ഇപ്പൊ നിങ്ങൾ ഈ അടുത്തൊരു ന്യൂസ് ഒരു പക്ഷേ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. തൃശ്ശൂരത്തെ ജില്ലയിൽ കുറച്ച് കുട്ടികൾ സെൽഫ് ഹിപ്നോസിസിന് വേണ്ടി ശ്രമിച്ച് ബോധരഹിതരായി എന്നൊക്കെ ഉള്ളത്. മനസ്സിന്റെ നമ്മൾ ഡീപ്പർ ലെവലിലേക്ക് മെഡിറ്റേഷൻ ചെയ്യുമ്പം എങ്ങനെയായാലും ഒരു മെന്റർ അതല്ലെങ്കിൽ ഒരാളെ ഗൈഡൻസ് വേണം. അതല്ലെങ്കിൽ അല്ലെങ്കിൽ നമുക്കൊരു ഗുരു എന്ന് നമ്മൾ പറയും അല്ലേ? പണ്ട് ഇന്ത്യൻ വ്യവസ്ഥയിലും ബാക്കിയുള്ള എല്ലായിടത്തും ഉണ്ടായിരുന്ന ഗുരുകുല സമ്പ്രദായമായിരുന്നു. അവിടെ ചെന്ന് പഠിച്ച് ഗുരുവിന്റെ ഗൈഡൻസിലായിരുന്നു കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക. ഡീപ്പർ ലെവലിലേക്ക് ഹയർ ലെവലിലേക്ക് നമ്മൾ പോകുമ്പോൾ നമുക്ക് നിർബന്ധമായിരിക്കും ഒരു ഗൈഡൻസ് നമുക്ക് ആവശ്യമാണ്. പലപ്പോഴും നമ്മൾ ഒറ്റയ്ക്ക് ചെയ്താല് ഒറ്റയ്ക്ക് ചെയ്യുന്നവരുണ്ട് കേട്ടോ. ഭയങ്കര അത്രയും പവർ, മെന്റൽ പവറും ഭയങ്കരമായിട്ട് പെട്ടെന്ന് കാര്യങ്ങൾ ഗ്യാസ്പ് ചെയ്യാനുള്ള പവറുള്ള ആളുകളൊക്കെ ആയിരിക്കും. അല്ലാതെ നമ്മൾ സാധാരണ ആളുകൾ, ഞാൻ ഉൾപ്പെടെയുള്ള സാധാരണ ആളുകൾ ഇതേപോലെ ഡീപ്പർ ലെവൽ ഓഫ് മെഡിറ്റേഷൻസ് ഒക്കെ പോകുമ്പോൾ നമുക്ക് നിർബന്ധമായിട്ടും ഗൈഡൻസ് ആവശ്യമുണ്ട്. അതല്ലെങ്കിൽ നമ്മൾ വഴി തെറ്റിപ്പോവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ. അപ്പൊ ഇന്നത്തെ ടോപ്പിക് നമുക്ക് പറയാം. ഇതിന്റെ ഫസ്റ്റ് സെഷൻ എന്ന് പറഞ്ഞാല് ചൈൽഡ് നെഗ്ലക്റ്റ് അല്ലെങ്കിൽ ഇമോഷണൽ നെഗ്ലക്റ്റ് എന്ന് പറയും. CEN എന്ന് നമ്മൾ പറയാം. അതിന് നമ്മള് ചെറുപ്പകാലം മാത്രം ആവണമെന്നില്ല, നമ്മുടെ ഇന്നര വരെയുള്ള ലൈഫ്. ചെറുപ്പകാലം എന്നുള്ളതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മളെ ഓർമ്മയിൽ എത്താത്ത കാലം. ഒരുപാട് കാലം നമുക്ക് ഓർമ്മയിൽ ഉണ്ടാവില്ല. ചെറുപ്പകാലത്ത് തന്നെ നമ്മളെ ഫാമിലി പരമായിട്ട് നല്ല ഫാമിലിയിലായിരുന്നാൽ പോലും നമ്മളെ പുറത്തുള്ള ഫാമിലിയിലെ ബന്ധുക്കൾ വരുമ്പം, പുറത്തുള്ള ആളുകൾ വരുമ്പോ ഒക്കെ അവര് പറയുന്ന വാക്കുകള്, അവരുടെ ഇമോഷൻസ് എല്ലാം നമ്മുടെ അകത്തേക്ക് ചെന്നിട്ടുണ്ടാവും. അതിനൊന്നും പുറത്തു പോവാനോ പുറത്തിറങ്ങാനോ കഴിയാത്ത രീതിയിൽ ശരിക്കും നമ്മുടെ ഒരു 6 വയസ്സ് വരെയുള്ള ഒരു സമയം നമ്മുടെ ഹാർഡ്വെയർ, കമ്പ്യൂട്ടറിന്റെയും ഒക്കെ ഒരു ഹാർഡ്വെയർ ഉണ്ടല്ലോ, നമ്മൾ പുറത്ത് കാണുന്ന ലാപ്ടോപ്പ് ആണെങ്കിൽ പുറത്ത് കാണുന്ന സിസ്റ്റം, അതേപോലെ നമ്മുടെ മനസ്സിന്റെ ഹാർഡ്വെയറുകള്, ബ്രെയിനിലുള്ള വയറിങ്ങുകൾ ഡെവലപ്പ് ചെയ്യുന്ന സമയമാണ്, ഉണ്ടായി വരുന്ന സമയമാണ് 6 വയസ്സ് വരെയുള്ള സമയം. നിങ്ങളുടെ ഫാമിലിയിൽ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചില സമയത്ത് പേരൻസ് ഷൗട്ട് ചെയ്യുന്നതൊക്കെ അത് ഇതേപോലെ ആ ഹാർഡ്വെയറിന്റെ ഭാഗമായിട്ട് അവിടെ കിടക്കും. അതേപോലെ തന്നെ ഒരു 9-12 വയസ്സ് വരെയുള്ള സമയം, ഈ സമയത്ത് സോഫ്റ്റ്വെയറുകൾ വരുന്നത് നമ്മുടെ മൊബൈലിന്റെ ആയിരുന്നാലും കമ്പ്യൂട്ടറിന്റെ ആയിരുന്നാലും അതിന്റെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് അതിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്, അതിന്റെ സോഫ്റ്റ്വെയർ ആണ്. ഇത് നമ്മുടെ തലയിലെ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്ത് വരുന്നത് ഈ 12 വയസ്സ് വരെയുള്ള സമയമാണ്. പിന്നെ നമ്മൾ ഓരോ അപ്ലിക്കേഷൻസ് അതല്ലെങ്കിൽ ബാക്കി ചെറിയ ചെറിയ സംഭവങ്ങൾ മാത്രമേ, കുറച്ച് മെമ്മറീസ് ഒക്കെയാണ് അതിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ളത് വെരി ഫൗണ്ടേഷൻ, ശരിക്കുള്ള ഫൗണ്ടേഷൻ ആ സമയത്താണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ആ സമയത്ത് ഉണ്ടാവുന്ന ഇൻസിഡൻസ്, നമ്മുടെ സ്കൂളിൽ പോകുന്ന ഫസ്റ്റ് ഇൻസിഡൻസുകൾ, ഇങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ, നമ്മുടെ ഓർമ്മയിലുള്ളതും ഓർമ്മയിലില്ലാത്തതുമായിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ അതിൻ്റെ അകത്തുണ്ടായിരിക്കും. ഇതിൽ നമുക്ക് ചൈൽഡ്ഹുഡ് ട്രോമകൾ ഉണ്ടോ, അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്നുള്ളത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ
നമുക്ക് തന്നെ മനസ്സിലാക്കിയെടുക്കാനുള്ള കുറച്ച് പോയിന്റ്സുകൾ പറയാറുണ്ട്. അതിലെ കുറച്ച് സംഭവങ്ങൾ ഞാൻ പറഞ്ഞു തരാം. നമുക്ക് മനസ്സിലൊരു തോന്നലുണ്ടാവും. നമ്മുടെ ചിന്തകൾ അല്ലെങ്കിൽ നമ്മുടെ ഇമോഷൻസ്, അതിപ്പോ ദേഷ്യമായിരിക്കാം, എന്തോ ആയിരിക്കാം, നമ്മുടെ ഇമോഷൻസ്, നമ്മുടെ ചിന്തകൾക്ക് ആരും വില തരുന്നില്ല. ഞാൻ ആ സമയത്ത് എനിക്ക് ഒരുപാട് ആ സമയത്ത് സങ്കടം വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ആരും മൈൻഡ് ചെയ്യുന്നില്ല. എൻ്റെ ഇമോഷൻസിനെ ആരും കെയർ ചെയ്യുന്നില്ല എന്നുള്ള ഒരു ഫീലിംഗ് നമുക്ക് വരും. ഇത് കൂടുതലായിട്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും ചൈൽഡ്ഹുഡ് ട്രോമകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നോ? നിങ്ങളുടെ ഓർമ്മയിലുള്ള ട്രോമകൾ ഉണ്ടോ? ചിലപ്പോൾ ചില സംഭവങ്ങൾ പെട്ടെന്ന് ഫ്ലാഷ് ലൈറ്റ് പോലെ മിന്നി മിന്നി നമ്മുടെ മൈൻഡിലൂടെ പോകും, ചില മെമ്മറീസ് ഒക്കെ. ഓക്കെ, മിന്നി മിന്നി നമ്മുടെ മൈൻഡിലൂടെ പോയേക്കാം. അങ്ങനത്തെ മെമ്മറീസ് ഒക്കെ വരാം. അപ്പൊ കൂടുതലായിട്ട് നിങ്ങളുടെ ഇമോഷൻസിനെ ആരും പരിഗണിക്കുന്നില്ല. എൻ്റെ ഇമോഷൻസിനെ, നിങ്ങളുടെ ഇമോഷൻസിനെ കടിച്ചു വെച്ച് വെക്കേണ്ട അവസ്ഥ, ഇമോഷൻസിനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല, ആരും അതിനെ ഒരു മൈൻഡിൽ ചെയ്യുന്നില്ല എന്നുള്ള ഫീലിംഗ് നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ചൈൽഡ്ഹുഡ് ട്രോമയുടെ, ചെറിയ ട്രോമയുടെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. അതേപോലെ തന്നെ ചൈൽഡ്ഹുഡ് ട്രോമ കൂടുതലായിട്ട് ഉള്ള ആളുകൾക്ക് റിലേഷൻസ്, നല്ല ഹെൽത്തി റിലേഷൻസ് ഉണ്ടാക്കിയെടുക്കുന്നതിൽ അതൊരു പ്രശ്നമായിട്ട്, ഒരു തടസ്സമായിട്ട് വരും. എപ്പോഴും പേടിയായിരിക്കും, ഈ റിലേഷൻ അബ്യൂസീവ് ആയിരിക്കോ, അല്ലെങ്കിൽ ഈ റിലേഷനിൽ എനിക്ക് എന്തെങ്കിലും ബന്ധങ്ങള് ബുദ്ധിമുട്ടായി മാറോ, ഇത് എനിക്കൊരു ഭാരമായിട്ട് വരുമോ, എന്നെ ഉപദ്രവിക്കുമോ എന്നുള്ള തോന്നലുകൾ ഉണ്ടായിരിക്കും. ഇങ്ങനെ ഓവറായിട്ട് തോന്നൽ ഉണ്ടായി കഴിഞ്ഞാലേ ഇതിനെക്കുറിച്ച് ഒരുപാട് ബന്ധങ്ങൾ ഇതിന്റെ പേരിൽ വേണ്ടെന്ന് വെക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ സംഭവിച്ചാൽ ഓട്ടോമാറ്റിക്കലി അബ്യൂസീവ് ബന്ധങ്ങളിൽ, പ്രശ്നമുള്ള ബന്ധങ്ങളിൽ തന്നെയായിരിക്കും അവസാനം ചെന്ന് ചാടുകയും ചെയ്യാം. ചൈൽഡ്ഹുഡ് ട്രോമ ഉണ്ടായാലും നമുക്കൊരു ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പുകളെ ഒരു ഹെൽത്തി ആയിട്ട് ബിൽഡ് ചെയ്ത് അതിനെ ഒരു ആരോഗ്യത്തോടെ നോക്കിക്കാണാനുള്ള നമ്മുടെ ഒരു കഴിവിനെ, ആ ഒരു അബിലിറ്റിയെ, ശേഷിയെ ഇത് ഇല്ലാതാക്കും. ഒരു മതിൽ കെട്ടിയ അവസ്ഥയിൽ അത് നമ്മളെങ്ങനെ പൂട്ടിയിടും. ഓക്കെ, ഇതാണ് ഞാൻ രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞത്. പിന്നെ മൂന്നാമത്തേതായിട്ട് നമ്മൾ അധികമായിട്ട് ആളുകളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട്, ആളുകളെ പീപ്പിൾ പ്ലീസിങ് എന്നാണ് അതിന് പറയാം. ഒരാവശ്യമില്ലാതെ ആളുകൾ എന്ത് ചിന്തിക്കുന്നു, ബാക്കിയുള്ളവർ എന്ത് ചിന്തിക്കുന്നു, അതേപോലെ തന്നെ അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട്, അതേപോലെ തന്നെ അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കൂടുതലായിട്ട് ഓവറായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ, അല്ലേ, ചിലപ്പോൾ ചില ആളുകൾ കണ്ടിട്ടില്ലെങ്കിൽ ഒരാവശ്യം ഉണ്ടാവില്ല, വെറുതെ സംസാരിക്കും, അവർ അറ്റൻഷൻ, ഒരു ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ട്. കുറച്ച് ആളുകൾ എന്നെ ഒന്ന് ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ടുള്ള സ്വഭാവം. ആളുകളെ നമുക്ക് ആളുകൾക്ക് ഹെൽപ്പ് ചെയ്യണം, അവരെ സന്തോഷിപ്പിക്കണം, പക്ഷെ ഓവറായിട്ട് ഒരാവശ്യവുമില്ലാതെ ഇടിച്ചു കയറി നിങ്ങൾ ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ ഒക്കെ ചൈൽഡ്ഹുഡ് ട്രോമയുടെ പ്രശ്നങ്ങളായിരിക്കാം. അതേപോലെ തന്നെ പെട്ടെന്ന് ആളുകളുടെ ബാക്കിയുള്ളവർ എന്ത് വിചാരിക്കും, ബാക്കിയുള്ളവരെ എന്നെ കുറിച്ച് എന്താണ് തോന്നുക, അവരുടെ എന്ത് എന്നെ കുറിച്ച് വിചാരിക്കും എന്നുള്ളതിനെ കുറിച്ച് ഓവറായി ചിന്തിക്കുകയും അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കുകയും ചെയ്യും. ആ സിറ്റുവേഷനിൽ അവരെന്നെ കുറിച്ച് എന്തായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക, അവരെന്നെ കുറിച്ച് നെഗറ്റീവായിട്ട് ഒരുപാട് ചിന്തിച്ചില്ലേ, അവര് എന്നെ കുറിച്ചുള്ള എൻ്റെ ഒരു ഇമേജ് എന്തായിരിക്കും, എന്നെ കുറിച്ച് അവരൊക്കെ മോശം അഭിപ്രായമാണോ, ഇതെന്നെ ആലോചിച്ചുകൊണ്ട് ഇതിലെന്നെ ചിന്തിച്ചു കൊണ്ടേയിരിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ്. ഇനിയും രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഈ പിന്നെ ഇതിലല്ലേ കുറച്ച് ഒരുപാട് ട്രോമകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ സ്വഭാവത്തിനെ അത് കാര്യമായ രീതിയിൽ ബാധിക്കും. എങ്ങനെയെന്ന് വെച്ചാൽ നിങ്ങൾ പെട്ടെന്ന് ഇമ്പൾസീവ് ആയിട്ട് മാറാൻ സാധ്യതയുണ്ട്. പെട്ടെന്ന് കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യുക, പെട്ടെന്നുള്ള ഇമ്പൾസ് വരും. കാര്യങ്ങൾ ഒന്ന് ഗ്രഹിച്ച് മനസ്സിലാക്കി ചെയ്യുന്നതിന് പകരം പെട്ടെന്ന് ഇമോഷൻസ് വരികയും പെട്ടെന്ന് ചാടി കയറി കാര്യങ്ങൾ ചെയ്യുകയും പിന്നെ അത് ആലോചിച്ച് വേണ്ടായിരുന്നു, ഞാനത് ചിന്തിച്ചല്ലല്ലോ ചെയ്തത്, അപ്പത്തെ ആ ഒരു സിറ്റുവേഷനിൽ ഞാൻ പെട്ടെന്ന് ഇമ്പൾസീവായിട്ട് അറിയാതെ ചെയ്തു പോയല്ലോ, അത്തരത്തിലുള്ള സ്വഭാവങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇതൊക്കെയാണ് ചൈൽഡ്ഹുഡ് ട്രോമയുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാൻ. ചൈൽഡ് നെഗ്ലക്ട് സിൻഡ്രം അല്ലെങ്കിൽ ചൈൽഡ് നെഗ്ലക്ട് എന്നുള്ളതാണ് ഇതിനെ പറയാം. ഓക്കെ,
ക്ലിയർ അല്ല ഞാൻ പറഞ്ഞത്? ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഇതിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഉള്ളതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? ചിലപ്പോൾ ചിലർ പറയാറുണ്ട് ഇതിലൊക്കെ എനിക്കുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. ജസ്റ്റ് കമന്റ് ഡൗൺ. ഓക്കെ, നിങ്ങൾ കമന്റ് ചെയ്യുക. ചൈൽഡ്ഹുഡ് ട്രോമ എന്ന വലിയ ടോപ്പിക്കാണ്. അതിലെ ചെറിയൊരു ഭാഗം മാത്രമാണ് പറയുന്നത്. അതിനെ ബേസിക് ആയിട്ട് എങ്ങനെ നമുക്ക് തന്നെ ഹീൽ ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു മെഡിറ്റേഷൻ ഉണ്ടായിരിക്കുന്നത്. മെഡിറ്റേഷൻ എല്ലാവരും വെയിറ്റ് ചെയ്യുക, ലാസ്റ്റ് ആയിരിക്കും മെഡിറ്റേഷൻ. മെഡിറ്റേഷൻ പിന്നീട് ചിലപ്പോൾ യൂട്യൂബിൽ നമ്മൾ അവൈലബിൾ ആക്കില്ല. കാരണം ഞാൻ നിങ്ങളോട് പറഞ്ഞു, ബേസിക് ലെവലിലുള്ള വളരെ ബേസിക് ആയിട്ടുള്ള മെഡിറ്റേഷൻ്റെ അപ്പുറം നമ്മൾ യൂട്യൂബിൽ അവൈലബിൾ ആക്കി കഴിഞ്ഞാൽ അത് ചിലപ്പം നിങ്ങൾക്ക് അത് ബേസിക് ആയിട്ടുള്ള നമ്മുടെ ഇത് സംഭവങ്ങളൊന്നും നോക്കാതെ ആളുകൾ ഇതിലേക്ക് കയറി വന്ന് ഉപയോഗിച്ചാൽ ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. ഗൈഡൻസ് ആവശ്യമാണ് ഡീപ്പർ ലെവലിലേക്ക് പോകുമ്പോൾ. ഓക്കെ, ക്ലിയർ അല്ലേ? ജസ്റ്റ് കമന്റ് ഡൗൺ. നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻസിഡൻസ് നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടോ? ജസ്റ്റ് കമന്റ് ഡൗൺ. ബാഡ് ഇൻസിഡൻസ് ഉണ്ടായിരുന്നോ? അതല്ലെങ്കിൽ ഇതിലെ ഏതെങ്കിലുമൊക്കെ സിംറ്റംസ്, 4-5 സംഭവങ്ങൾ ഞാൻ പറഞ്ഞു, ചൈൽഡ്ഹുഡ് ട്രോമ നിങ്ങളിൽ ഉണ്ടായിരുന്നോ എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ഇത് എത്ര പെട്ടെന്ന് നിങ്ങൾക്ക് സാധിക്കുന്നോ അത്രയും പെട്ടെന്ന് ഹീല് ചെയ്യുക, മാറ്റിയെടുക്കുക എന്നുള്ളത് തന്നെയാണ്. അതല്ലെങ്കിൽ ഇതിലൊരു പ്രശ്നം എന്താന്ന് വെച്ചാൽ, ഒരുപാട് ഈ നമ്മുടെ ചിന്തകൾ ഇതിങ്ങനെ കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി എന്ന് പറയും. ഈ ഇമ്പൾസീവ്നെസ് വളരെയധികം കൂടും. പെട്ടെന്ന് നമ്മൾ റിയാക്ട് ചെയ്യുക, ദേഷ്യം വന്നു പോവുക, എന്താ ചെയ്യേണ്ടി അറിയില്ല. ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല എനിക്ക് ആ സമയത്ത് ദേഷ്യപ്പെടേണ്ട, പക്ഷെ ദേഷ്യം വന്ന് എന്നെ കൊണ്ടുപോകുന്നു. അല്ലെങ്കിൽ ഇമോഷൻസിനെ നമുക്ക് ഒട്ടും നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നമ്മൾ കൊണ്ടുപോവാം. ഹാപ്പിനെസ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. ചെറുപ്പകാലത്ത് നമുക്കുണ്ടായിരുന്ന ആ സന്തോഷം, അതേപോലെ അല്ലേ ചെറുപ്പകാലത്ത് നമ്മൾ ഒരുപാട് ഹാപ്പി ആയിരുന്നില്ലേ? ചിലർ അപ്പോഴും ഹാപ്പി അല്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. പൊതുവെ അധികം ആളുകളും ആ ചെറുപ്പകാലത്തേക്ക് തിരിച്ചു പോകാൻ ഒരുപാട് ആഗ്രഹിക്കും. കാരണം അന്ന് നമുക്ക് ഇത്രയും ചിന്തകളില്ല, അലട്ടലില്ല, ബാക്കി വലിയ കാര്യങ്ങളെ കുറിച്ചൊന്നും നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് കുറച്ച് ഭക്ഷണം കഴിക്കണം, കുറച്ച് കളിക്കണം, തിരിച്ചു വരണം, ഉറങ്ങണം, വേറെ ചിന്തകളൊന്നുമില്ല. വളരെ സുഖമായിരുന്നല്ലേ? അതേ അവസ്ഥയിലേക്ക്, അതിലേറെ സന്തോഷത്തിലേക്ക് നമുക്ക് ഇനിയും തിരിച്ചു പോവാൻ സാധിക്കും. ഈ ട്രോമകള് പ്രശ്നങ്ങളെല്ലാം മാറ്റിയിട്ട് യഥാർത്ഥമായ അവയർനെസ്, അതിൻ്റെ ഭംഗി, അതിൻ്റെ സന്തോഷം, അതിൻ്റെ ബ്യൂട്ടി നമ്മൾ മനസ്സിൻ്റെ അകത്തേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഇതിലേക്ക് പൂർണ്ണമായിട്ടും തിരിച്ചു പോവാൻ സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. ഓക്കെ, അപ്പൊ മെഡിറ്റേഷൻ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ഡൗൺ, നിങ്ങൾക്കുള്ള ഫീലിങ്സ് ജസ്റ്റ് കമന്റ് ഡൗൺ. ചൈൽഡ്ഹുഡ് ട്രോമ വളരെ ടോപ്പിക്കാണ്. ഇനിയും ഇതിന്റെ സെഷൻസ് ഉണ്ടായിരിക്കും. മോർണിംഗ് സെഷനിൽ തന്നെ കുറച്ചുകൂടി നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, പിന്നെ നമ്മുടെ ലൈഫ് മാസ്റ്ററി കോഴ്സ് ഉടനെ ഫസ്റ്റ് ബാച്ച് ഉടനെ തന്നെ ആരംഭിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇത് സിസ്റ്റമാറ്റിക് ആയിട്ട് കാര്യങ്ങൾ മോർണിംഗ് സെഷൻ പങ്കെടുത്തവർക്ക് അറിയാം നമ്മുടെ എന്താണ് EFTയുടെ ബേസിക്, അവയർനെസ്, ഫോർഗിവ്നെസ്, ഈ സംഭവങ്ങളെല്ലാം ഇത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങളെ പഠിച്ചുകൊണ്ട് നിങ്ങൾ ആ പ്രശ്നങ്ങളിൽ നിന്നും പിടിച്ചുയർത്താനായിട്ടുള്ള സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ള, നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രശ്നങ്ങൾ വ്യത്യസ്തമാണ്. നമ്മുടെ എല്ലാവരുടെയും, ഭൂമിയിലുള്ള ഓരോ മനുഷ്യന്റെയും പ്രശ്നം അയാളുടെ മാത്രം വ്യത്യസ്തമായ പ്രശ്നങ്ങളാണ്. നമ്മൾ പറയും സയാമീസ് ഇരട്ടകൾ, ഒരേപോലെയുള്ള കുട്ടികൾ ഉണ്ടാവും അല്ലെ? സയാമീസ് ഇരട്ടകൾ എന്നാ പറയാ. അത് ഏകദേശം ഗർഭം ധരിക്കുന്നതിന്റെ എട്ട് ദിവസത്തിന്റെ ഇടയ്ക്ക് 2 സ്പേമുകൾ അകത്ത് കയറി കഴിഞ്ഞാലാണ് ഇങ്ങനെ സയാമീസ് ഇരട്ടകൾ ഉണ്ടാവുക. ഇങ്ങനെ സയാമീസ് ഇരട്ടകളുടെ പോലും സ്വഭാവം മൈൻഡും വ്യത്യസ്തമായിരിക്കും. അപ്പൊ നമ്മൾ ഓരോരുത്തരുടെയും പ്രശ്നങ്ങളും മൈൻഡ്, ശരീരം എല്ലാം വ്യത്യസ്തമാണ്. അപ്പൊ ഓരോരുത്തരുടെയും പഠിച്ച് സ്പെഷ്യലായിട്ട് നമ്മൾ EFT ഡിസൈൻ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് ഓരോരുത്തർക്കും. എങ്കിലേ നമുക്ക് ആ പ്രശ്നങ്ങളിൽ നിന്നും 100% പിടിച്ചുയർത്താൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ വളരെ ലിമിറ്റഡ് സീറ്റ് നമ്മൾ കൊടുക്കുന്നുള്ളൂ. താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ EFT മെന്ററായിട്ട് കോണ്ടാക്ട് ചെയ്യാം, മുബഷിറായിട്ട് കോണ്ടാക്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് ചൈൽഡ്ഹുഡ് ട്രോമകള്, ചെറുപ്പകാലത്ത് ഉണ്ടായ പ്രശ്നങ്ങളെ അതിനെ നമുക്ക് എങ്ങനെ അഡ്രസ്സ് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് സംസാരിക്കാം. ഓക്കെ അല്ലേ? സംസാരിച്ച് തുടങ്ങാം. ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക, നമുക്കപ്പോൾ സംസാരിച്ച് തുടങ്ങാം. ഓക്കെ, ഇതിലെ ഫസ്റ്റ് ഉള്ളത്
നിങ്ങൾക്ക് ഇന്നലെ മുതൽ ഉണ്ടായിട്ടുള്ള ചെറുപ്പകാലത്ത് ഉണ്ടായിട്ടുള്ള ഇൻസിഡൻസ്, അതല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടാത്ത സംഭവങ്ങൾ, ഫാമിലിയിൽ ആരെങ്കിലും നിങ്ങളെ കെയർ ചെയ്തിട്ടില്ലായിരുന്നു, അല്ലെങ്കിൽ പുറത്തു നിന്ന് അങ്കിള് വന്നു, റിലേറ്റീവ്സ് വന്നു, നമുക്ക് പരിചയമില്ലാത്ത ആളുകൾ വന്നു, കുറെ ആളുകളൊക്കെ വീട്ടിൽ വന്നിട്ടുണ്ടാവും, പോയിട്ടുണ്ടാവും, നമ്മൾ വീടിന്റെ പുറത്തേക്ക് പോയിട്ടുണ്ടാവും. ആ സമയങ്ങളിൽ നമുക്ക് സംഭവിച്ച ഇൻസിഡൻസ് ഫ്ലാഷ് ലൈറ്റ് പോലെ നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടെങ്കിൽ അതിനെ ട്രാക്ക് ചെയ്യുക. ട്രാക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് എന്താണ് എന്നൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. അങ്ങനത്തെ എന്തെങ്കിലും ഫീലിങ്സ് നിങ്ങൾക്ക് വരാറുണ്ടോ? നിങ്ങളുടെ പ്രസന്റ് ലൈഫിനെ ബാധിക്കുന്ന തരത്തിലായിരിക്കാം. ചിലപ്പം അത് ബാധിക്കുന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കില്ല. ഓക്കെ, അങ്ങനെ സംഭവിക്കാം. അത് ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കാം. ട്രാക്ക് ദ ഫീലിംഗ് എന്ന് പറയും. ഇതേപോലെ തന്നെ ഞാൻ കുറച്ച് സിംറ്റംസ് പറഞ്ഞില്ലേ, ഇമ്പൾസീവായിട്ട്. ഇതിൽ ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ ഇമ്പൾസീവായിട്ട് പെട്ടെന്ന് നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കുന്നു. അബാൻഡൻമെന്റ്, നിങ്ങൾ ഒറ്റപ്പെട്ടു പോകുമോ, ലൈഫിൽ ഒറ്റപ്പെട്ടു പോകുമോ, എല്ലാവരും എന്നെ ഒഴിവാക്കി പോകുമോ എന്നുള്ള ഒരു ഫീൽ. ഈ എല്ലാവരും ഒഴിവാക്കി പോകുമോ എന്നുള്ള പേടി ഉള്ളത് കൊണ്ടാണ് ആക്ച്വലി എന്ത് സംഭവിക്കുന്നത്, ആളുകളെ ഓവറായിട്ട് ശ്രദ്ധിക്കും, ആളുകളെ ഓവറായിട്ട് സന്തോഷിപ്പിക്കാൻ ശ്രദ്ധിക്കും. ഞാൻ അവർക്ക് സന്തോഷിപ്പിച്ചില്ലെങ്കിൽ, ഞാൻ ഈ കാര്യങ്ങളൊന്നും ചെയ്തു കൊടുത്തില്ലെങ്കിൽ അവരൊക്കെ എന്നെ ഇട്ടിട്ട് പോവാ, ഞാൻ ഒറ്റപ്പെടുമോ, ലൈഫിൽ ഒറ്റക്കായി പോകുമോ എന്നുള്ളൊരു പേടി വരും. ഈ പേടി കൊണ്ടാണ് ആക്ച്വലി പീപ്പിൾ പ്ലീസിങ് ആവുന്നത്, ആളുകളെ കൂടുതൽ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അതിപ്പോ ഫാമിലിയിലായിരുന്നാലും അവരൊക്കെ എന്നെ ഇട്ടിട്ട് പോകുമോ, എന്നെ ഒഴിവാക്കി പോകുമോ എന്നുള്ള പേടി നിരന്തരം കൊണ്ട് നടക്കുന്നു. ഇതേപോലെയുള്ള ഏതെങ്കിലും സിംറ്റംസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾ ട്രാക്ക് ചെയ്യുക, അതിനൊന്ന് ശ്രദ്ധിച്ച് അത് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളൊന്ന് നോക്കുക. ഇത് ശരിക്കും ഒരു അവയർനെസിന്റെ ഭാഗമാണ്. ഫസ്റ്റിൽ എന്താണ് ഞാൻ പറയാ, എന്ത് സംഭവമായിരുന്നാലും നമ്മൾ അവെയർ ആവണം, അതെന്താണ് എന്നുള്ളത് നമ്മൾ തന്നെ മനസ്സിലാക്കണം. നമ്മുടെ പ്രശ്നങ്ങൾ നിങ്ങൾ ആരെടുത്ത് ചെന്ന് പറഞ്ഞാലും അവർക്കൊക്കെ ഇതിനെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കി അവരുടേതായ സൊല്യൂഷൻസ് തരാൻ പറ്റുള്ളൂ. അതൊന്നും നിങ്ങൾക്ക് ഫിറ്റ് ആവില്ല. കറക്റ്റ് ഫിറ്റ്നെസ്, നിങ്ങൾക്കുള്ള ഡ്രസ്സ് കറക്റ്റ് ഫിറ്റ് ആവണമെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെ കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ടാക്കണ്ടേ. അല്ലെങ്കിൽ ഒരു ഏകദേശം ഫിറ്റ്, ഒരു XL, XXL എന്നൊക്കെ പറഞ്ഞ ഒരു ചെറിയ ഏകദേശം ഫിറ്റ് കറക്റ്റ് ആവുന്നൊന്നും എടുക്കും. ചിലപ്പോ ലക്ക് ഉണ്ടെങ്കിൽ കറക്റ്റ് ഫിറ്റ് കിട്ടും. അങ്ങനെയല്ലേ സംഭവിക്കാറ്? കറക്റ്റ് ഫിറ്റ് ആകണമെങ്കിൽ കറക്റ്റ് ഡ്രസ്സ് അളവെടുത്ത് തയ്പ്പിക്കണം. അതേപോലെ നമ്മുടെ പ്രശ്നങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഞാൻ ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും സിംറ്റംസ് കൂടുതലായിട്ട് നിങ്ങൾക്ക് ആളുകളെ കെയർ ചെയ്യേണ്ടി വരുന്നോ, ഞാൻ ഒറ്റപ്പെട്ടു പോകുമോ എന്നുള്ള ഫീലിങ്സ് വരുന്നുണ്ടോ? ഇത് റിയൽ ആണോ അല്ലേ എന്നുള്ളതല്ല, സത്യമാണോ അല്ലേ എന്നുള്ളതല്ല, മനസ്സിൽ നമുക്ക് അങ്ങനെ ഒരു ഫീലിങ്സ് വരുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക. എന്തൊക്കെ ഫീലിങ്സ് ആണ് നമുക്ക് അതിന്റെ ഭാഗമായിട്ട് വരുന്നത്? ആരൊക്കെ നമ്മൾ ഒഴിവാക്കി പോകുന്നതാണോ, അതോ എല്ലാവരും നമ്മൾ ഒഴിവാക്കി പോകുന്നതാണോ? അതില് നമ്മളെ പേടിപ്പിക്കുന്ന ഫീലിങ്സ് ഉണ്ടാവും. എന്ത് തന്നെയായിരുന്നാലും അതിനെ ട്രാക്ക് ചെയ്യണം നമ്മൾ. ഓക്കെ, രണ്ടാമത്തേതായിട്ടുള്ളത്, ആ ഫീലിങ്സ് നമ്മൾ പറയാം, പറ്റുമെങ്കിൽ എഴുതി വെക്കുക. ഈ എഴുതി വെക്കാൻ പറയുമ്പോ അല്ലേ, ഇനിയിപ്പോ ഒരു ശ്രദ്ധയില്ല, കുറച്ച് മറവില്ല ആളുകളൊക്കെ ആണെങ്കിൽ ബുക്കിൽ എഴുതി വെച്ച് പബ്ലിക്കായിട്ട് ഇട്ടിട്ട് പോകരുത്. അത് അതിലേറെ വലിയ പ്രശ്നം. ട്രോമ ആയിരുന്നു ബെറ്റർ എന്നൊക്കെ പറയും ഈ ഹീല് ചെയ്യാൻ പോയാണ്ട് ഈ ബുക്കൊക്കെ അവിടെ ഇട്ട് പോയി കഴിഞ്ഞാല്. പ്രൈവറ്റ് ആയിട്ട് നിങ്ങളുടെ സ്പേസിൽ പറ്റുമെങ്കിൽ ആ എന്താണ് ബുദ്ധിമുട്ട് എന്നുള്ളത് എഴുതി വെക്കുക. എഴുതി വെക്കുക നമ്മൾ എന്തിനാ പറയുന്ന അറിയോ, ഈ സംഭവം എടുത്ത് എഴുതി വെച്ച് കഴിഞ്ഞാല് നിങ്ങൾക്ക് അപ്പൊ അതിൽ ഒന്നും കൂടി ക്ലാരിറ്റി വരും. കറക്റ്റ് ഇത് തന്നെ ആയിരുന്നോ, കുറച്ചും കൂടി വ്യത്യാസം ഉണ്ടായിരുന്നു, നമ്മളൊന്ന് പിക്ചറൈസ് ചെയ്യാൻ നമ്മളത് ഹെൽപ്പ് ചെയ്യും. ഏറ്റവും നല്ല മൊബൈലിലൊക്കെ ചിലർ എഴുതി വെക്കാറുണ്ട്, ഏറ്റവും നല്ലത് ബുക്കും പെന്നും എടുത്ത് എഴുതുക. കാരണം നമ്മുടെ ബ്രെയിന്, നമ്മുടെ പൂർവികരായിട്ട് ഒന്നും കൂടി നമ്മുടെ കൈകൾക്ക് ഉള്ള ബ്രെയിനെ മനസ്സിലാവുക എഴുത്താണ്. മൊബൈൽ ഫോൺ ടച്ചിങ് നമ്മളിപ്പോ ഒരു 10 വർഷമൊക്കെ ആയിട്ടല്ല ആയിട്ടുള്ളൂ, നമ്മുടെ ബ്രെയിന് പ്രോസസ് ആവുന്നുള്ളൂ. 1-2 ജനറേഷനെ കഴിയുമ്പോൾ പിന്നെ ആളുകൾക്ക് എഴുത്തിനേക്കാൾ കൂടുതൽ മൊബൈൽ ടച്ചിങ്ങിലായിരിക്കും ബ്രെയിനിന്റെ വർക്കിംഗ് വരിക. ഇന്ന് നമുക്ക് ഏറ്റവും നല്ലത് ഒരു ബുക്കും പെന്നും എടുത്ത് എഴുതുക. അപ്പോഴാണ് ബ്രെയിൻ അത് കൂടുതൽ ക്യാച്ച് ചെയ്യുക. അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നിങ്ങളുടെ സിംറ്റംസ്, ഈ സിംറ്റംസ് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മെമ്മറീസ് വരുന്നുണ്ടോ, ഓർമ്മകൾ വരുന്നുണ്ടോ, പ്രശ്നങ്ങൾ വരുന്നുണ്ടോ എന്നുള്ളത്
എഴുതി വെക്കുക. ക്ലിയർ അല്ലേ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, ജസ്റ്റ് കമന്റ് ബോക്സിൽ ഇടാം. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ടുള്ളത്, ഇതിൽ നമുക്ക് കുറച്ച് ആവശ്യങ്ങൾ ഉണ്ടായിരിക്കും. നമ്മുടെ ആവശ്യങ്ങൾ എന്താണ്? നമ്മൾ ആളുകൾ കെയർ ചെയ്യണം എന്നാണോ നമ്മൾ ആഗ്രഹിക്കുന്നത്? നമ്മളെ സപ്പോർട്ട് ചെയ്യണം എന്നാണോ ആഗ്രഹിക്കുന്നത്? ചിലപ്പോൾ ചിലർ പറയും എന്നെ അവരൊന്ന് വന്നൊന്ന് കെട്ടിപ്പിടിച്ചിരുന്നെങ്കിൽ എന്ന്. എന്താണോ നമ്മുടെ ആവശ്യം? സപ്പോർട്ടാണോ, കെയർ ആണോ? ആ വിഷയത്തിൽ ഈ ആയിട്ടുള്ള ഇമോഷനിൽ, ഈ സങ്കടത്തിലായിട്ട് ബന്ധപ്പെട്ട് ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഇതുമായിട്ട് അനുബന്ധിച്ചുള്ള നമുക്കുള്ള ആവശ്യങ്ങൾ എന്താണ്? എന്ത് കിട്ടിയാലും ഞാൻ ഓക്കെ ആവും, അതും ക്ലിയർ ആയിരിക്കണം. ഇതിന്റെ ചുവട്ടിൽ നിങ്ങൾ ഈ പറഞ്ഞ സംഭവങ്ങൾ എഴുതി വെച്ചതിന്റെ ചുവട്ടിൽ ഇതും എഴുതി വെക്കുക. അത് പ്രത്യേക ആളുകളിൽ നിന്നാണോ ജനറൽ ആയിട്ടാണോ, എന്താണ് നമുക്ക് ആവശ്യം? നമ്മുടെ ഇമോഷൻസ് ക്ലിയർ ആവാൻ, ഫില്ലാവാൻ, ഞാൻ പറഞ്ഞ പോലെ മൈൻഡ് ക്ലിയർ ആവാൻ, എന്നിട്ട് സീറോയിലേക്ക് മൈൻഡ് പോവാൻ എന്താണ് നമ്മുടെ ആവശ്യം? എന്തൊക്കെയാണ് നമ്മുടെ ആവശ്യങ്ങൾ, നീഡ്സ് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് നമ്മൾ നോക്കുക. അതും നിങ്ങൾ പറ്റുമെങ്കിൽ എഴുതി വെക്കുക. ഓക്കെ, അത് നോക്കണം. പലപ്പോഴും ആളുകൾ എന്താണ് ആവശ്യം ചെക്ക് ചെയ്യില്ല, പ്രശ്നങ്ങൾ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുന്നല്ലാതെ എന്ത് കിട്ടിയാൽ എനിക്ക് ക്ലിയർ ആവും എന്ന് നിങ്ങൾക്ക് കറക്റ്റ് അറിയാതെ ഈ ഭൂമിയിൽ നിന്നും നിങ്ങൾക്ക് അത് കിട്ടും എന്ന് നിങ്ങൾ വിചാരിച്ച് അങ്ങനെ ഇരിക്കരുത്. ഇപ്പൊ നിങ്ങൾക്ക് അവയർനെസ് പൂർണ്ണമാവാത്തത് കൊണ്ടാണ് ചിലപ്പോൾ ചിലർ പറയും എന്താണ് എനിക്ക് വേണ്ടത് എന്ന് എനിക്ക് അറിയില്ല എന്നുള്ളത്. അത് പ്രശ്നം എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ അവയർനെസ് പൂർണ്ണമായിട്ടും അകത്തേക്ക് അങ്ങ് കയറിയിട്ടില്ല. നിങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട് ഇതൊന്നും മാറില്ല, ഇതിലോ ഞാൻ ജീവിക്കാൻ വിധിക്കപ്പെട്ടവനാണ്, ഇതിൽ നിന്നൊന്നും എനിക്ക് പൂർണ്ണമായിട്ട് ഇങ്ങോട്ട് പിടിച്ചു കയറാൻ പറ്റില്ല, എവിടേക്കോ ഹുക്കുകളുണ്ട്, ഒരിക്കലും പിടുത്തം കിട്ടാത്ത, തിരിച്ചു പിടിക്കാനാവാത്ത ഹുക്കുകൾ അവിടെ ഉണ്ട്, അതിൽ നിന്നും തിരിച്ചു പോരലൊന്നും നടക്കില്ല എന്നുള്ള ബോധം മനസ്സിലുണ്ട്. അതിനെ നിങ്ങൾ വീണ്ടും വീണ്ടും അവയർനെസ് കൊടുത്ത് റെഡിയാക്കണം. അപ്പൊ ഇത് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്താണ് പ്രശ്നം എന്നുള്ളത് ക്ലിയർ ആവും. ഇതില് നിങ്ങൾക്ക് ആവശ്യങ്ങൾ എന്താണ്, നീഡ്സ് എന്താണ്, എന്ത് കിട്ടിയാൽ ഇത് ഓക്കെ ആവും. ഈ നെഗറ്റിവിറ്റിയെ എന്ത് നെഗറ്റീവും പോസിറ്റീവും ചേർന്ന് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഓട്ടോമാറ്റിക്കലി സീറോ ആവില്ലേ? ഈ നെഗറ്റിവിറ്റിക്കെതിരെ നമുക്ക് എന്ത് പോസിറ്റിവിറ്റിയാണ് എനിക്ക് ആവശ്യമുള്ളത്, എന്ത് കെയർ, എന്ത് സപ്പോർട്ടാണ്, ആരുടെ സംസാരമാണ്, അല്ലെങ്കിൽ ജനറലി എന്തൊക്കെയാണ് ആവശ്യം എന്നുള്ളതും കറക്റ്റ് എഴുതി വെക്കണം. അപ്പോഴേ നമുക്ക് ഇതിൽ ക്ലാരിറ്റി വരുള്ളൂ. മനസ്സിൽ ചിലപ്പോൾ പല ചിന്തകളും വരും കേട്ടോ. ഇപ്പൊ ഒരു ചിന്ത തോന്നും, കുറച്ച് കഴിഞ്ഞിട്ട് വേറെ ചിന്തകൾ വരും, പലതും വരും. പക്ഷെ നമ്മൾ എഴുതി വെച്ച് കഴിഞ്ഞാൽ പുതിയ ചിന്ത വരുമ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് മോഡിഫൈ ചെയ്യാൻ പറ്റും. പഴയ ചിന്തകളും ചേർത്തിട്ട് അത് എഴുതി വെച്ചില്ലെങ്കിൽ അത് എവിടേക്കെങ്കിലും ഒക്കെ പോകും, സിസ്റ്റമാറ്റിക് ആയിട്ട് നമുക്ക് കിട്ടില്ല. പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് ഇതില് സെൽഫ് കെയർ ആണ്. നമ്മൾ സ്വയം കെയർ ചെയ്യാൻ തുടങ്ങാം. നമ്മുടെ ശരീരം, നിങ്ങൾ എത്ര പേര് സെൽഫ് കെയറിന് ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട്? നമ്മുടെ സ്വന്തം ശരീരത്തെ നമ്മൾ കെയർ ചെയ്യണം. അതേപോലെ തന്നെ മനസ്സിനെയും നമ്മുടെ ഇമോഷൻസിനെയും നമ്മുടെ കാര്യങ്ങൾ പലപ്പോഴും ശ്രദ്ധിക്കാറില്ല. ഈ ഒരു പേടി ഉള്ളത് കൊണ്ട്, ഈ ഒരു ട്രോമ ഉള്ളത് കൊണ്ട് നമ്മൾ ബാക്കിയുള്ളവരെ സന്തോഷിപ്പിക്കും, ബാക്കിയുള്ളവരെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കൊണ്ടേയിരിക്കുകയും നമ്മുടെ കാര്യങ്ങൾ മറന്നു പോകുന്നതും അവസ്ഥ ഉണ്ടാവാം. അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. നമ്മുടെ എന്തൊക്കെ ഇമോഷൻസ് ആണോ ഉള്ളത്, എന്തൊക്കെയാണ് നമ്മുടെ ആവശ്യങ്ങള്, അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തെ നമുക്ക് ചിലപ്പോൾ ഈ ചൈൽഡ്ഹുഡ് ട്രോമ ഉള്ളവര് ഓവർ ഈറ്റിങ്ങിനായിട്ട് അടിമപ്പെടും. കാരണം ഇമോഷൻസ് നിയന്ത്രിക്കുന്നില്ല. ഇമോഷൻസ് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ ഓവറായിട്ട് ഈറ്റ് ചെയ്യും, ചിലപ്പം ഓവറായിട്ട് കുറച്ച് ഭക്ഷണം കഴിച്ചിട്ട് കൂടുതലായിട്ട് എക്സസൈസ് ചെയ്യും. ഈ ഒരു ഇമോഷൻസിന് എന്താ ചെയ്യേണ്ടി അറിയില്ല. അതിനെ വഴിതിരിച്ചു വിടാന്ന്, അതിൽ നിന്ന് ഓടി ഒളിക്കാൻ ശ്രമിക്കുകയാണ്. അതിനെ ചാനലൈസ് ചെയ്യാന്ന് പറയും, ഒഴിവാക്കി വിടാൻ ശ്രമിക്കുകയാണ്. അതിന് പകരം നമ്മൾ അത് പഠിച്ചിട്ട് സെൽഫ് കെയർ ചെയ്തു തുടങ്ങണം, നമ്മുടെ ശരീരത്തെ ശ്രദ്ധിച്ചു തുടങ്ങണം. ഇത് സെൽഫ് ലവിന്റെയും കൂടി ഒരു ഭാഗമാണ് കേട്ടോ. നമ്മുടെ ശരീരത്തെ നമ്മൾ സ്നേഹിക്കണം. അതുവഴി നമുക്ക് ഒന്നും കൂടി ഇതിന്റെ ഫൗണ്ടേഷൻ കറക്റ്റ് ആവും, ക്ലിയർ ആവും. ഓക്കെ അല്ലേ? നമുക്ക് എന്നാൽ ഇന്നത്തെ മെഡിറ്റേഷൻ സെഷനിലേക്ക് കടക്കാം. ഓക്കെ, ക്ലിയർ അല്ലേ? ഞാൻ പറഞ്ഞത് എന്തെങ്കിലുമൊക്കെ ക്ലാരിറ്റി കുറവുണ്ടോ? നമ്മുടെ എന്തൊക്കെയാണ് നമ്മുടെ ആവശ്യങ്ങൾ നമുക്ക് കറക്റ്റ് ക്ലിയർ ആവണം.
എന്നിട്ട് നമ്മുടെ സെൽഫ് കെയർ, ആത്മാർത്ഥമായിട്ടുള്ള സെൽഫ് കെയർ. നമുക്കറിയാം എന്തൊക്കെ ചെയ്യേണ്ടതെന്നുള്ളത്. നിങ്ങൾക്ക് എക്സസൈസ് ചെയ്യാം, അതേപോലെ തന്നെ ബോഡി കെയറിംഗ് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ സമയത്തിന് ഭക്ഷണം കഴിക്കാം. നെഗറ്റീവ് ഇമോഷൻസ് വരുമ്പോൾ നെഗറ്റീവ് ഇമോഷൻസ് നമ്മൾ എങ്ങനെ ഡീൽ ചെയ്യാം? ജസ്റ്റ് കമന്റ് ഡൗൺ. നെഗറ്റീവ് ഇമോഷൻസ് നിങ്ങൾക്ക് വന്നു, എങ്ങനെയാണ് നിങ്ങൾ നെഗറ്റീവ് ഇമോഷൻസിന് ഡീൽ ചെയ്യുക? ജസ്റ്റ് നിങ്ങളുടെ കൈകൾ വർക്ക് ചെയ്യട്ടെ. വെറുതെ ക്ലാസ് കേട്ടിരുന്നോണ്ട് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ഇത് ചിലപ്പോൾ കിട്ടിക്കൊള്ളണമെന്നില്ല. എന്തൊക്കെയോ കുറെ ഇൻഫോർമേഷൻസ് കിട്ടി എന്നതിനപ്പുറം നിങ്ങളുടെ ലൈഫിൽ മാറ്റം വരണ്ടേ? ജസ്റ്റ് കമന്റ് ഡൗൺ. എങ്ങനെയാണ് നമ്മൾ നെഗറ്റീവ് ഇമോഷൻസ് വരുമ്പം അതിനെ ഡീൽ ചെയ്യുക? ഒന്നാമത്തേതായിട്ട് അതിനെ അക്സെപ്റ്റ് ചെയ്യണം. രണ്ടാമത്തേതായിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യണം. നമുക്ക് കിട്ടിയിട്ടുള്ള അനുഗ്രഹങ്ങൾ, നമ്മളൊക്കെ ശരിക്കും ഒരുപാട് അനുഗ്രഹത്തിലാണ് ജീവിക്കുന്നത്. നെഗറ്റിവിറ്റി വരുമ്പോൾ നമ്മൾ അതൊക്കെ മറന്നു പോവും. ദിവസവും രാവിലെ 5 അനുഗ്രഹങ്ങളെങ്കിലും നിങ്ങളിപ്പോ ജീവിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മളിപ്പോ ഇത്രയും കാലം ഭൂമിയിൽ ജീവിച്ചത് തന്നെ ഒരു അനുഗ്രഹമാണ്. ഇതിനു പോലും അർഹതയില്ലാതെ, ഇതുപോലും കിട്ടാതെ, അർഹത എന്നല്ല കേട്ടോ, ഇത് കിട്ടാതെ ഭാഗ്യമില്ലാത്ത ഒരുപാട് പേര് അല്ലേ? ചെറിയ പ്രായത്തിൽ തന്നെ മരിച്ചുപോയ ഒരുപാട് പേരുണ്ട്. അപ്പം അതൊക്കെ വെച്ച് നോക്കുമ്പം നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. ഇതിനെ നമ്മൾ എന്നും മനസ്സിൽ പ്രകാശിപ്പിക്കണം. ഇത് നമ്മൾ ഓർത്തെടുക്കണം. അങ്ങനെയാണ് കേട്ടോ നമ്മൾ നെഗറ്റീവ് ഇമോഷൻസിനെ മറികടക്കുക. അല്ലാതെ നെഗറ്റീവ് ഇമോഷൻസിന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞു, പറിച്ചെടുത്ത് കളയാൻ നമുക്ക് പറ്റില്ല. പിന്നെ ഉള്ളത് ഇതില് കുറച്ച് പോയിന്റ്സും കൂടി പറയുന്നുണ്ട്. അതിന്റെ മുന്നേ ആയിട്ട് നമുക്ക് മെഡിറ്റേഷൻസിലേക്ക് കടക്കാം. ഓക്കെ, കമന്റ് ഇഫ് യു ആർ റെഡി ഫോർ മെഡിറ്റേഷൻ. ജസ്റ്റ് കമന്റ് ആർ. കമന്റ് ആർ. ഓക്കെ സാനിൽ, എല്ലാവരും കമന്റ് ചെയ്യൂ. ഇതിവിടെയുള്ള എല്ലാവരും കമന്റ് ചെയ്യൂ. ഓക്കെ സുമേഷ്. ഓക്കെ, എല്ലാവരും കമന്റ് ചെയ്യൂ. കമന്റ് ആർ ഇഫ് യു ആർ റെഡി. നമുക്ക് മെഡിറ്റേഷൻ സെഷനിലേക്ക് തുടങ്ങാം. ഓക്കെ ലത. ഓക്കെ, മെഡിറ്റേഷൻ സെഷൻ ഇനി മിക്കവാറും മെഡിറ്റേഷൻ സെഷൻ മോർണിംഗിൽ മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പൊ മെഡിറ്റേഷൻ സെഷൻ തുടങ്ങാം. ഇന്ന് നമുക്ക് ചെയ്യാനുള്ളത് ഫസ്റ്റ് നമ്മുടെ ബ്രീത്തിങ് എക്സസൈസിൽ നിങ്ങളെ സാധാരണ എടുക്കുന്നത് പോലെ സ്മാൾ ബ്രീത്ത് എടുക്കേണ്ട ആവശ്യമില്ല. ഡീപ്പ് ബ്രീത്ത് അതേപോലെ തന്നെ ഹോൾഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ വായിലൂടെ ശ്വാസം പുറത്തേക്ക് വിടുക. ഡീപ്പ് ബ്രീത്ത് എടുക്കുക, വായിലൂടെ ശ്വാസം പുറത്തേക്ക് വിടുക. മാക്സിമം ശ്വാസം അകത്തേക്ക് എടുക്കുക, അതേപോലെ തന്നെ ശ്വാസം വായിലൂടെ പുറത്തേക്ക് വിടുക. കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ജസ്റ്റ് ഡു ഇറ്റ്. നമുക്ക് ചെയ്തു തുടങ്ങാം. ഓക്കെ അല്ലേ? കംഫർട്ട് ആയിട്ടുള്ള ഒരു പ്ലേസിൽ ഇരിക്കുക. ഓക്കെ, എന്നിട്ട് ജസ്റ്റ് ചെയ്ത് തുടങ്ങാം. നമുക്ക് വീണ്ടും വീണ്ടും ഇത് ചെയ്യുക. ഞാൻ വീഡിയോ ഓഫ് ആക്കുന്നുണ്ട്, നിങ്ങൾക്ക് ചെയ്ത് തുടങ്ങാം. ഓക്കെ, സ്മാൾ ബ്രെത്ത് എടുക്കണമെന്നില്ല, ഡീപ്പ് ബ്രെത്ത് എടുക്കുക. മാക്സിമം ബ്രെത്ത് എടുത്തിട്ട് വായിലൂടെ ബ്രെത്ത് പുറത്തേക്ക് വിടുക. അഗൈൻ ഡു ദാറ്റ്. ഇങ്ങനെ വീണ്ടും വീണ്ടും ചെയ്യുക. മറ്റേ നെർവസ് സിസ്റ്റം പരമാവധി മാക്സിമം റിലാക്സ്ഡ് ആവട്ടെ. നമ്മളിത് വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുക. ഡീപ്പ് ബ്രെത്ത് എടുക്കുക, വായിലൂടെ മാക്സിമം എല്ലാ ശ്വാസവും പുറത്തേക്ക് പോട്ടോ. നമ്മുടെ ഇമോഷൻസ് അതിൻ്റെ ഒപ്പം പോകുന്നുണ്ട്, നമ്മുടെ റിലാക്സ്ഡ് ആവുന്നുണ്ട്, കൂടുതൽ റിലാക്സേഷനിലേക്ക് നമ്മൾ പോകുന്നുണ്ട്. ഡീപ്പ് ബ്രീത്ത് അകത്തേക്ക് എടുക്കുക, വായിലൂടെ അതേപോലെ തന്നെ മാക്സിമം ബ്രീത്ത് പുറത്തേക്ക് വിടുക. ഡു ഇറ്റ് അഗെയിൻ. വീണ്ടും വീണ്ടും ചെയ്യുക. എത്ര പ്രാവശ്യം എന്നല്ല, വീണ്ടും ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ചെറിയ ആയിട്ട് നമ്മുടെ ബോഡി തന്നെ, നെർവസ് സിസ്റ്റം നമ്മളോട് പറയും മതിയടോ, ഞാൻ റിലാക്സ്ഡ് ആയിട്ടുണ്ടെന്ന്. നമുക്കൊന്ന് മടുപ്പ് വരും. അപ്പം ബോഡി നമ്മളോട് പറയുന്നതാണ് മതി, റിലാക്സ്ഡ് ആയിട്ടുണ്ട്, ഇറ്റ്സ് ഓക്കെ, എനിക്ക് പറയല്ല പറയ് എന്ന് നമ്മൾ ബോഡി പറയും അല്ലേ? ജസ്റ്റ് ഡു ദാറ്റ്. മാക്സിമം ബ്രീത്ത് വലിക്കുക, എന്നിട്ട് വായിലൂടെ പുറത്തേക്ക് വിടുക. മാക്സിമം ബ്രീത്ത് പുറത്തേക്ക് പോവുക. എന്നിട്ട് വീണ്ടും ഇത് തന്നെ ചെയ്യുക. അപ്പൊ നമ്മുടെ മൈൻഡ് വീണ്ടും റിലാക്സ്ഡ് ആവും. ഡു ദാറ്റ് അഗെയിൻ. വീണ്ടും ചെയ്തുകൊണ്ടേയിരിക്കുക. മൈൻഡ് മാക്സിമം റിലാക്സ്ഡ് ആവട്ടെ. നമ്മുടെ ബോഡി ക്ഷീണിക്കുന്നത് വരെ നമ്മുടെ മൈൻഡ് പറയും റിലാക്സ്ഡ് ആണ്, ഇറ്റ്സ് ഓക്കെ, അതുവരെ ഇത് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, നൗ
ഓക്കെ അല്ലേ? ഇനി വേണേൽ നിങ്ങൾക്ക് സംസാരിക്കാണെങ്കിൽ സംസാരിക്കാം. വാട്ട് യു ഫീൽ? ഓക്കെ. ഇതിൽ 2-3 പോയിന്റ്സ് ആണ് കൂടുതലായിട്ട് നമുക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് ഏത് സമയത്താണ്, ഏത് ഏജിലാണ്, അല്ലെങ്കിൽ ഏത് ഘട്ടത്തിലാണ്, ജീവിതത്തിന്റെ ഏത് ഘട്ടത്തിലാണ് നിങ്ങൾ ഇഷ്ടപ്പെടാത്ത അനുഭവങ്ങൾ, സംഭവങ്ങൾ, സംഗതികൾ ഉണ്ടായത്? ആ സമയത്തുള്ള നിങ്ങളുടെ ഒരു രൂപം, നിങ്ങളുടെ ചെറുപ്പകാലത്തുള്ള ഫോട്ടോ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നിങ്ങളുടെ കയ്യിലുണ്ടോ? എത്ര പേരുടെ കയ്യിലുണ്ട് ചെറുപ്പകാലത്തുള്ള ഫോട്ടോ? നിങ്ങൾക്ക് ഓർമ്മയിലുണ്ടോ? നിങ്ങളുടെ ചെറുപ്പകാലത്തുള്ള ഇമേജ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഉണ്ടെങ്കിൽ അത്, ഇല്ലെങ്കിൽ നിങ്ങൾ അത് എടുത്തു വെക്കണം. ഇല്ലെങ്കിൽ ഒരു പ്രശ്നമില്ല, നെറ്റിൽ കയറി സെർച്ച് ചെയ്യുക, നിങ്ങളോട് സാമ്യമുള്ള ഏതെങ്കിലും ഒരു കൊച്ചിന്റെ ഫോട്ടോ എടുത്ത് നിങ്ങൾ വെക്കുക. കാരണം അത് ആവശ്യമാണ്. നമ്മുടെ തലയ്ക്ക് എന്തും പ്രോസസ്സ് ചെയ്യാൻ ഇമേജ് ആവശ്യമാണ്, കറക്റ്റ് പിക്ചർ ആവശ്യമാണ്. ഇമേജിലൂടെയാണ്, അകത്തുള്ള ഇമേജിലൂടെയാണ് നമ്മുടെ മനസ്സ് കൺവേ ചെയ്യുന്നത് പരസ്പരം. അത് കറക്റ്റായിട്ട് നമുക്ക് കൊടുക്കണം. അതില്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. ഓക്കെ, അതാണ് ചെയ്യാനുള്ളത്. നമുക്കപ്പോൾ ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം, കൂടുതലായിട്ട് പറയാനുണ്ടെങ്കിൽ പറയാം. അതേപോലെ തന്നെ ഇന്നത്തെ സെഷൻ എങ്ങനെ ഉണ്ടായിരുന്നു, യു ക്യാൻ നിങ്ങൾക്ക് കമൻറ്റ് പറയാം. ഓക്കെ, നിങ്ങളുടെ ഫീഡ്ബാക്സ് പറയാം, ഹൗ യു ഫീൽ. ഓക്കെ, നിങ്ങളുടെ ഫീഡ്ബാക്സ് ആണ് നമ്മുടെ എനർജി കൂടുതൽ സെഷൻസ് വെക്കാനുള്ള. ഓക്കെ, ഞാൻ എല്ലാവരെയും അൺമ്യൂട്ട് ആക്കിയിട്ടുണ്ട്. യു ക്യാൻ ടോക്ക് നൗ. ഓക്കെ. യെസ്, ഓർമ്മയുണ്ട്. വളരെ നല്ല കാര്യം. നിങ്ങൾക്ക് ചെറിയ പിക്ചർ ഓർമ്മയുണ്ടെങ്കിൽ വളരെ നല്ല കാര്യമാണ്. ഇതുപോലെ എങ്ങനെയുണ്ടായിരുന്നു മെഡിറ്റേഷൻ സെഷൻ? എങ്ങനെയുണ്ട്? ഇത് മെഡിറ്റേഷൻ അല്ല, ശരിക്കും കുറച്ചൊരു സെൽഫ് ഹിപ്നോസിസും കൂടി ചേർത്തിട്ടുള്ള ഒരു സംഭവമാണ്. അതുകൊണ്ട് മോർണിംഗ് സെഷനിൽ മാത്രമേ ഹിപ്നോസിസിന്റെ ഘടകങ്ങൾ വരികയാണെങ്കിൽ മോർണിംഗ് സെഷനിൽ മാത്രമേ നമുക്കത് പുറത്തുവിടാൻ സാധിക്കുള്ളൂ. ഓക്കെ, ഓക്കെ അല്ലേ? ഇനി ആർക്കും ഒന്നും സംസാരിക്കാനൊന്നുമില്ലല്ലോ? ഹലോ സർ, പറഞ്ഞു. നന്നായിരുന്നു, നല്ലതായിരുന്നു. റിലാക്സേഷൻ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, എനിക്കത് ഫീൽ ചെയ്തു. പക്ഷെ എന്താന്ന് വെച്ചാല് ഉറക്കം വരുന്ന പോലെ ഉണ്ട്. അതെന്തുകൊണ്ടാണെന്ന് അറിയില്ല. അത് തുടക്കത്തിൽ ഉണ്ടാവും. മെഡിറ്റേഷൻ ചെയ്ത് തുടങ്ങുമ്പോ ചിലപ്പോ ഉറക്കം പോലെ ഫീൽ ചെയ്യും. എന്നാലും ഉറങ്ങിയില്ലായിരുന്നു? ഉറങ്ങിയിട്ടുണ്ട്, ഉറങ്ങാതെയൊന്നുമില്ല. അത് തുടക്കത്തിൽ മെഡിറ്റേഷൻ സമയം തുടങ്ങുന്ന സമയത്ത് ഉണ്ടാവുന്നതാണ്. ഓക്കെ, അത് റെഡി ആയി വരും. താങ്ക് യു സർ, താങ്ക് യു സർ. ഓക്കെ, സർ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നല്ല ക്ലാസ്സാണ്, എനർജിയാണ് രാവിലത്തെ. ഓക്കെ, പക്ഷെ ഇടയ്ക്ക് കോൺഫിഡൻസ് പോകും. രാവിലെ ക്ലാസ് കിട്ടിയ എന്തായാലും നല്ല പവർ തന്നെയാണ്, ഇടയ്ക്ക് ഒരു കോൺഫിഡൻസിന് ഒരു കമ്മിയാവലാണ്. EFT ആണ് എന്താ പറയാ? EFT എന്ന് പറഞ്ഞാൽ ഇമോഷണൽ ഫ്രീഡം ടെക്നിക്ക് എന്നാണ്. നമ്മുടെ പലപ്പോഴും ഈ കോൺഫിഡൻസ് പോകുന്നത് ചില ചിന്തകൾ വരുമ്പോൾ അല്ലേ? എപ്പോഴാണ് നിങ്ങളെ കോൺഫിഡൻസ് പോകുന്നത്? അത് നെഗറ്റീവ് വരുമ്പോ തന്നെ കൂടുതൽ വരുന്നത്. ഓക്കെ, നെഗറ്റീവ് എന്തെങ്കിലും കാര്യം വരുമ്പോ. ഓക്കെ, ഇതിൽ നമ്മൾ EFTയിലൂടെ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ചിന്തകളൊക്കെ അവിടെ ഉണ്ടാകും. കാരണം അപ്പം നെഗറ്റീവ് ചിന്ത നമുക്ക് മുന്നത്തെ സെഷനിലും പറഞ്ഞിട്ടുണ്ട്, നെഗറ്റീവ് ചിന്ത നമുക്ക് ആവശ്യമുണ്ട്. പക്ഷെ നെഗറ്റീവ് ചിന്ത വരുമ്പം അത് നമ്മുടെ ലൈഫിനെ ബാധിക്കാത്ത രീതിയിൽ ഇമോഷൻസിനെ ചിന്തകളിൽ നിന്നും ഫ്രീഡം കൊടുക്കുക എന്നാണ് പറയാം. നമ്മൾക്ക് ചിന്തകൾ വരുമ്പം ഇറ്റ്സ് ഓക്കെ, ഓക്കെ, അത് എന്ത് സംഭവിച്ചാലും ഇറ്റ്സ് ഓക്കെ എന്ന് പറയാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പെടും. ഞാനൊരു ചെറിയൊരു സ്റ്റോറി പറഞ്ഞുതരാം. ബാഗ്ദാദിൽ ജീവിച്ച ഒരാളായിരുന്നു മുഹിദ്ദീൻ ഷെയ്ഖ്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഒരു പക്ഷെ. അദ്ദേഹത്തോട് ഒരിക്കൽ വന്നാണ്ട്, അദ്ദേഹം ഭയങ്കര പൈസയുള്ള ആളായിരുന്നു. ഒരുപാട് അന്നത്തെ കാലത്തൊക്കെ പൈസ എന്ന് പറഞ്ഞാൽ ഏകദേശം അത് 1500 AD എന്നാണ് എൻ്റെ ഓർമ്മ. പൈസ എന്ന് പറഞ്ഞാൽ ഒരുപാട് കപ്പല്, അതേപോലെ തന്നെ കുതിര, അതേപോലെ തന്നെ ബാക്കിയുള്ള മൃഗങ്ങൾ, അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ. ഒരുപാട് കപ്പലുള്ള ഒരു പൈസക്കാരനായിരുന്നു, ധനാഢ്യനായിരുന്നു മുഹിദ്ദീൻ ഷെയ്ഖ്. അദ്ദേഹത്തോട് ഒരിക്കൽ വന്ന് പറഞ്ഞു, നിങ്ങളുടെ ഒരു കപ്പല്
ഒരുപാട് ചരക്കുള്ള കപ്പല്, പേർഷ്യന്ന് വരുന്ന കപ്പല് മുങ്ങിപ്പോയി, കംപ്ലീറ്റ് ആയിട്ട് പോയി എന്ന് പറഞ്ഞു. അദ്ദേഹം ഓക്കെ, ഇറ്റ്സ് ഓക്കെ, അദ്ദേഹം അപ്പോഴും നന്ദി പ്രകാശിപ്പിച്ചു, ഇറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞാൽ. കുറച്ച് കഴിഞ്ഞാണ്ട് അവര് തന്നെ വന്ന് പറഞ്ഞു അതൊരു മിസ്ഇൻഫർമേഷൻ ആയിരുന്നു, ശരിയായിട്ടുള്ള ഇൻഫർമേഷൻ ആയിരുന്നില്ല എന്നുള്ളത്. അപ്പോഴും അദ്ദേഹം പറഞ്ഞു ഇറ്റ്സ് ഓക്കെ. അപ്പോൾ അദ്ദേഹം നന്ദി പ്രകാശിപ്പിക്കുകയാണ് ചെയ്തത്, ഗ്രാറ്റിറ്റ്യൂഡ് പ്രകാശിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പൊ ആളുകൾ സ്വാഭാവികമായിട്ടും ചോദിച്ചു, നിങ്ങൾ എന്താണ് നേരത്തെ ഇത് പോയി എന്ന് പറഞ്ഞപ്പോൾ ഇതാണ്, കിട്ടി എന്ന് പറഞ്ഞപ്പോൾ ഇതാണ്. അത് എന്താന്ന് വെച്ചാൽ അത് ഒരു മാനസികാവസ്ഥയാണ്. നമുക്ക് എന്ത് വന്നാലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള മാനസികാവസ്ഥ. നെഗറ്റീവ്സ് വേണം, നെഗറ്റീവ്സ് വരും ലൈഫിൽ. നമ്മളിപ്പോ പറയുന്നപ്പോ നിങ്ങൾ നോക്കൂ, ഇപ്പൊ ഇപ്പൊ ഒരു സിനിമ കാണാനിരിക്കുകയാണെങ്കിൽ ഹാപ്പി എൻഡിങ് സിനിമകൾ മാത്രമാണ് നമ്മൾ കാണാറ്, അല്ലല്ലോ. ട്രാജഡി സിനിമകൾ കാണും, ഹൊറർ സിനിമകൾ കാണും, എല്ലാം കാണും നമ്മൾ. അതിൻ്റെയൊക്കെ ഒരു ത്രില്ല് നമ്മൾ ആസ്വദിക്കില്ലേ? അപ്പം ലൈഫിൽ ഇതെല്ലാം വേണം, നെഗറ്റീവും പോസിറ്റിവിറ്റി എല്ലാം വേണം, നെഗറ്റീവ് തോട്ട്സും വേണം നമുക്ക്. ഒട്ടും നെഗറ്റീവ് തോട്ട്സ് ഇല്ലാത്തവന് റിസ്ക് അനാലിസിസ് ചെയ്യാനോ കാര്യങ്ങളുടെ നെഗറ്റീവ് വശം മനസ്സിലാക്കാനൊന്നും കഴിയില്ല. അപ്പൊ അതും നമുക്ക് ആവശ്യമുണ്ട്. നമ്മൾ ഇമോഷണൽ ഫ്രീഡം ടെക്നിക്കിലൂടെ EFT ചെയ്യുന്നത് ഈ നെഗറ്റീവ് ഇമോഷൻസ് അല്ല നെഗറ്റീവ് തോട്ട്സ് വരുമ്പം, ചിന്തകൾ വരുമ്പം അതിലേക്ക് നമ്മുടെ മനസ്സ് ഇമോഷണലി കണക്റ്റ് ആയി പോകുന്നതിനെ മാറ്റും. ശരിക്കും ഇമോഷൻസിനെ നിയന്ത്രിക്കുന്നത് നമ്മുടെ മിഡ് ബ്രെയിൻ ആണ്, സെൻട്രൽ ബ്രെയിൻ ആണ്. അവിടെ അമിഗ്ഡല ഹിപ്പോ ക്യാമ്പസ് ഉണ്ടാവും, നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്തൊക്കെ കിട്ടും. അമിഗ്ഡല ഹിപ്പോ ക്യാമ്പസ് ഏരിയാസ് ഉണ്ടാവും. അതാണ് ഇമോഷൻസിനെ നമ്മളെ ഒരു എനർജി നശിപ്പിക്കുന്നത് അതാണ്. ബാക്കിയുള്ള ചിന്തകളൊക്കെ കോർട്ടക്സിലാണ്. കോർട്ടക്സ് നമുക്ക് എപ്പോഴും വർക്ക് ചെയ്യണം. നെഗറ്റീവ്ലി എന്തൊക്കെയാണ് ഇതിന് നെഗറ്റീവ് വശങ്ങള്, ഇതിലിപ്പോ എനിക്ക് റിസ്ക് ഉണ്ടോ എന്നുള്ളതൊക്കെ അത് അനാലിസിസ് ചെയ്യണം, എങ്കിലേ നമ്മുടെ ലൈഫ് ഹാപ്പിലി പോവുള്ളൂ. അതിൽ നിന്നും ചില ചിന്തകളിൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ചില ചിന്തകൾ നിങ്ങൾക്ക് അമിഗ്ഡലയിലേക്ക് കണക്ഷൻസ് ഉണ്ടാവും, വയറിങ്സ് ഉണ്ടാവും. ഇതിനെ നമ്മൾ നിരന്തരം EFT ചെയ്തുകൊണ്ട് ആ കണക്ഷൻ ഒഴിവാക്കുകയും നെഗറ്റീവ് ചിന്തകൾ വരുമ്പം അത് നിങ്ങളെ ബാധിക്കാത്ത രീതിയിലേക്ക് ഇമോഷണലി നിങ്ങളെ ഫ്രീ ആക്കുകയും ചെയ്യും. അതാണ് EFTയിലൂടെ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഓഫ്ലൈൻ ക്ലാസ് ഓൺലൈൻ ക്ലാസ് ഉള്ളത്? ഓൺലൈൻ ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, താങ്ക് യു സർ. ഓക്കെ, ഇനി ആരെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? താങ്ക് യു. ഓക്കെ, പറഞ്ഞോളൂ. ആരോ പറഞ്ഞോ, സംസാരിച്ചോ? ഹലോ, പറഞ്ഞോ റസീന. ഹലോ റസീന, പറഞ്ഞോളൂ. ഹലോ, അടിപൊളി ക്ലാസ് ആയിരുന്നു സാറേ. എനിക്കെപ്പോഴും ടെൻഷൻ വരുമ്പോ ഓരോ അസ്വസ്ഥതകൾ വരാറുണ്ട്. പിന്നെ ശ്വാസത്തിന് തിങ്ങൽ വരും, ടെൻഷൻ വരുന്നു. എങ്ങനെ ക്ലിയർ ആയിട്ടില്ല, ഒന്നുകൂടി പറഞ്ഞേ. ശ്വാസത്തിന് തിങ്ങൽ വരലുണ്ട്, പിന്നെ ഓരോ ബുദ്ധിമുട്ട് വരും ടെൻഷൻ വരുമ്പോ. ഓക്കെ, അത് ടെൻഷൻ വരുമ്പം നമുക്ക് നമ്മുടെ സിസ്റ്റം, നമ്മുടെ ശരീരം ഒന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ ചിന്തകൾ, ടെൻഷൻസ് എന്ന് പറഞ്ഞാൽ മനസ്സിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല. നമുക്ക് പെട്ടെന്ന് ഇപ്പൊ നിങ്ങൾ ആങ്സൈറ്റി, ഒരു ഉത്കണ്ഠ, അടുത്ത് എന്താണ് ഇപ്പൊ ബോസ് വരുന്ന അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് സംഭവിക്കാൻ പോകുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നമുക്ക് വയറുന്നൊരു കാളിച്ച് വരില്ലേ, അല്ലേ? ഫീൽ ചെയ്യാറില്ലേ? ബട്ടർഫ്ലൈ എഫക്റ്റ് എന്നാണ് നമ്മൾ അതിന് പറയാ. വയറിന്ന് നമുക്കൊരു കാളിച്ച് വരാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് നിരന്തരമായിട്ടുള്ള ടെൻഷൻസ് വന്നു കഴിഞ്ഞാല് ശ്വാസം പെട്ടെന്ന് ഇടിക്കുന്നത് പോലെ, പാനിക് ആവുന്നത് പോലെ തോന്നാം. ശ്വാസഗതി, ഹൃദയം പെട്ടെന്ന് മിടിക്കുന്നത്, പെട്ടെന്ന് മൂത്രമൊഴിക്കാൻ പോകണം, ടോയ്ലറ്റ് പോകണം എന്നുള്ള ഫീലിങ്, അങ്ങനത്തെ ഒരുപാട് നമുക്ക് പെട്ടെന്ന് മസിൽസ് ഒന്നും വർക്ക് ചെയ്യാത്ത പോലെയുള്ള അവസ്ഥ, അങ്ങനെ ഇതാവും. അതിന് കാരണം ഇതൊക്കെ നിയന്ത്രിക്കുന്നത് 2 സിസ്റ്റമാണ് നമ്മുടെ ശരീരത്തിൽ. ഓട്ടോമാറ്റിക് സിസ്റ്റംസ് ആയ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം നമ്മൾ വിളിക്കും, അല്ലേ? നമുക്കിപ്പോ പെട്ടെന്ന് ഒരു പട്ടി നമ്മളെ കടിക്കാൻ വന്നു, നമ്മളപ്പോ പട്ടിയുടെ വേഗത നോക്കി, എന്താണ് പട്ടിയുടെ ഇമോഷൻസ് എന്താ നോക്കി ഒന്നല്ലല്ലോ നമ്മൾ വർക്ക് ചെയ്യുക. കറക്റ്റ് എന്താണെന്നൊക്കെ നോക്കിയിട്ടല്ലല്ലോ വർക്ക് ചെയ്യുക. ഒരു ഓട്ടം ഓടും, എങ്ങട്ടാന്നൊന്നും ഉണ്ടാവില്ല, ഒറ്റ ഓട്ടം ഓടല്ലേ ചെയ്യാ.
അത് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ഓട്ടമാണ്, എസ്കേപ്പ് ആകാനുള്ള ഓട്ടം. അത് നമുക്ക് ആവശ്യമുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ സിസ്റ്റം. ഇപ്പം നിങ്ങൾ പറഞ്ഞ് ടെൻഷൻ അടിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങൾ വരുന്നു എന്ന് പറഞ്ഞില്ലേ, നിങ്ങൾ അത് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ സംഭവങ്ങളെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് നമ്മുടെ ശരീരത്തിൽ. ഇത് നമ്മൾ അനാവശ്യമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ, ഓവർ ടെൻഷൻസ് വീണ്ടും അടിച്ചു കഴിഞ്ഞാൽ ഈ സിസ്റ്റംസ് ഒക്കെ തകരാറിലാവും. അതിൽ നമുക്ക് ചെയ്യാനുള്ളത്, നിങ്ങൾ എന്താണോ ടെൻഷൻ അടിക്കുന്നത് അതിനെ കുറിച്ച് പഠിക്കുക, അത് തെറാപ്പീസിലൂടെ ഒക്കെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? താങ്ക് യു. ഓക്കെ ഓക്കെ അല്ലേ? ഇന്നത്തെ സെഷൻ നമുക്ക് വൈൻഡപ്പ് ചെയ്യാന്നാ. ആർക്കും സംസാരിക്കാനൊന്നും ഇല്ലല്ലോ? ഇനി ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ? ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മൾ ഇന്ന് പറഞ്ഞത് ചൈൽഡ്ഹുഡ് ട്രോമയുടെ സംഭവങ്ങളായിരുന്നു. ഏത് സംഭവത്തിലും ഞാൻ സ്ഥിരം പറയാറുണ്ട്, നമ്മൾ അതിനെക്കുറിച്ച് കറക്റ്റ് പിക്ചർ നമുക്ക് വേണം, ഒരു ഐഡിയ വേണം എന്താണ് ഇത് സംഭവിക്കുന്നത് എന്നുള്ളത്. നമുക്കതൊന്നും അറിയില്ല. നമ്മൾ പൂർണ്ണമായിട്ടും ആ ആളുകളോട് അത് ബാക്കിയുള്ളവരോട് പറഞ്ഞിട്ടോ അതല്ലെങ്കിൽ സൈക്കോളജിസ്റ്റ് ആരും ആയിരിക്കാം പറഞ്ഞുകൊണ്ടോ നമ്മുടെ പ്രശ്നങ്ങൾ മാറില്ല. നമ്മുടെ പ്രശ്നം മാത്രമാണ്. അത് ഐഡന്റിഫൈ ചെയ്ത് അതിനുള്ള സ്റ്റെപ്പുകൾ നമ്മൾ എടുക്കണം. പരിപൂർണമായിട്ടുള്ള അതിൻ്റെ ഉത്തരവാദിത്വം നമുക്കാണ് എന്നുള്ള ബോധ്യം നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. അത് വേറെ ഒരുപാട് ആൾക്കാരുടെ നമ്മുടെ മനസ്സിനുള്ള ഒരു സ്വഭാവമാണ് കേട്ടോ. നമ്മളെപ്പോഴും ബാക്കിയുള്ളവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. നമ്മൾ കാരണങ്ങൾ കണ്ടെത്തും. ഞാൻ ടെൻഷൻ അടിക്കുന്നു, എനിക്ക് ഡിപ്രഷൻ ഉണ്ട്, എനിക്ക് ബാക്കി പ്രശ്നങ്ങളുണ്ട്. അതിന്റെ പ്രശ്നം എന്താ? കാരണം എന്താ? ബാക്കിയുള്ളവരാണ്, സാഹചര്യമാണ്, എൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളാണ്, ജീവിത സാഹചര്യങ്ങളാണ് നമ്മൾ മനസ്സ് പറയും. അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമ്മളെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ നമ്മൾ ക്ലിയർ ഔട്ട് ചെയ്താൽ തന്നെ, നമ്മുടെ എനർജി ലെവൽ ഉയർത്തിയാൽ തന്നെ നമ്മുടെ സാഹചര്യങ്ങൾ മാറും. ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബന്ധങ്ങളും റിലേഷൻസും ഒക്കെ മാറും. അതാണ് EFTയുടെ ഒരു ബ്യൂട്ടി കേട്ടോ. EFTയുടെ ഇമോഷണൽ ഫ്രീഡം ടെക്നിക്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം വേണമെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം എന്നതിനപ്പുറം പറയേണ്ട ഒരാവശ്യമില്ല. നിങ്ങളുടെ മാത്രം പ്രശ്നമാണ്. അതിൽ നിങ്ങളെ എങ്ങനെ ഉയർത്തി കൊണ്ടുവരാം എന്നുള്ളത് മാത്രമാണ് നമ്മൾ ഇവിടെ ഡിസൈൻ ചെയ്യുന്നത്. അതാണ് നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്ത് ചേരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ കോഴ്സിനെ കുറിച്ച് ഞാൻ വീണ്ടും പറയുന്നു. 12 ഓൺലൈൻ സെഷൻസ് ആയിരിക്കും ഉണ്ടാവുക. അതേപോലെ തന്നെ നിങ്ങളുടെ പ്രശ്നങ്ങൾ പഠിച്ച ശേഷം പേഴ്സണലായിട്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന മെൻറ്റേഴ്സ് ഉണ്ടായിരിക്കും. ഈവനിങ്ങിലായിരിക്കും സെഷൻസ് ഉണ്ടാവുക, കൂടുതൽ ആൾക്കാർക്ക് എത്തിപ്പെടാനുള്ള സമയം അതായതുകൊണ്ട്. അതേപോലെ തന്നെ റെക്കോർഡഡ് വേർഷൻസ് ഉണ്ടാവും. അതിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ഡൗട്ട് ക്ലിയർ ചെയ്ത ശേഷം നിങ്ങളുടെ പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് പിടിച്ചുയർത്താൻ, എവിടെയാണോ നിങ്ങൾ പോയി പോകുന്നത്, നെഗറ്റീവായി പോകുന്നത്, അവിടെ നിന്നും പിടിച്ചുയർത്താനുള്ള എല്ലാ സംഗതികളും പ്ലാൻസും സിസ്റ്റംസും ഒക്കെ വെച്ച് കണ്ടുള്ള കംപ്ലീറ്റ് കോഴ്സാണ്. അതിലേക്ക് ഈ ഒരു ഇപ്പോഴുള്ള എനർജി ലെവലിൽ നിന്നും കൂടുതലായിട്ട് ഹയർ ലെവലിലേക്ക് പോകാനും 100% സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാനും താല്പര്യമുള്ളവർക്കൊക്കെ നിങ്ങൾക്ക് ഇതിൽ ജോയിൻ ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ചെറിയൊരു ഫീ കൊടുത്ത് അതിൻ്റെ സീറ്റ് ബുക്ക് ചെയ്തിടാവുന്നതാണ്. നമുക്ക് ഒരു ലിമിറ്റഡ് സീറ്റുകളെ നമ്മൾ ഉണ്ടാവുള്ളൂ. നമ്മളത് ചെറിയൊരു ടീമാണ്, അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾക്ക് ഒന്നിച്ച് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, താങ്ക് യു. നമുക്ക് ഇന്നത്തെ സെഷൻ നിർത്തിവെക്കാം. താങ്ക് യു ആൾ. താങ്ക്സ്. നിങ്ങളെ വോയിസ് ക്ലിയർ ആവുന്നില്ല. മൈക്ക് ഒന്ന് ദൂരെ പിടിച്ച് പറയോ അബ്ദു PT? താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു. താങ്ക് യു സർ. ഓക്കെ ഓക്കെ, താങ്ക് യു.